ജനറൽ സെക്രട്ടറി ശ്രീനിവാസ് സർ, അയ്യർ, ഇന്നത്തെ പ്രധാന അതിഥി ഷീബാബെ, പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രത്യേക സുദിനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതിന് സ്വാഗതം പറയാൻ എന്നെ ക്ഷണിച്ചതിലുള്ള എൻ്റെ അഗീതമായ സ്നേഹവും സന്തോഷവും ഞാൻ ആദ്യം പ്രകടിപ്പിക്കുന്നു. ഷീബാബിയറിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കർമ്മവും കൂടി എന്നെ ഏൽപ്പിക്കും. ഷീബാബിയറിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഭാഷയല്ല എനിക്ക് പറയാൻ പോകുന്നത്. ഷീബയെ അറിയുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ നമ്മുടെ ബാങ്കിങ് മേഖലയിലെ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പൊതുകാര്യത്തിലും സംഘടനാ പ്രവർത്തനത്തിലൊക്കെ പോകുമ്പോൾ സാനുമാഷിൻ്റെ വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കാറുണ്ട്. സാനുമാഷ് എല്ലാ മീറ്റിങ്ങുകളുടെയും ആദ്യവും അവസാനവും ഷീബയെക്കുറിച്ച് പറയും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഷീബയെ സഹായിക്കും. പാവം വളരെ ബുദ്ധിമുട്ടിലാണ്. നിരന്തരം ഒരു യുദ്ധഭൂമിയിൽ നിന്ന് പ്രവർത്തിക്കുക. അവിടെ എൻ്റെ മകളാണ്. നിങ്ങളെല്ലാം സഹായിക്കണം. എനിക്ക് മനസ്സിലാകാറില്ല, ആദ്യമൊന്നും എനിക്ക് മനസ്സിലാകാറില്ല, കാരണം അത്ര അടുപ്പം സാനുമാഷായിട്ട് എനിക്കില്ല. അപ്പോൾ എന്താണ് എന്ന് പിന്നീട് വർഷങ്ങളെടുത്തു ഞാൻ തന്നെ അദ്ദേഹത്തിനെ ഷീബയെ മനസ്സിലാക്കുന്നത്. വർഷങ്ങളെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ഷീബയെ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു വനിതാ ദിനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ഷീബയെ കൂടുതൽ അറിയുകയും അടുക്കുകയും ചെയ്തു. ഷീബ സ്വന്തം ദുഃഖത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ഒട്ടകപക്ഷിയാണ്. സ്വന്തം ദുഃഖത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു അമ്മ ഒരു നാടിൻ്റെ വെളിച്ചമായി മാറുന്നത് നോക്കിക്കാണാനായിട്ട്, അടുത്തറിയാനായിട്ട് എനിക്ക് സാധിച്ചു. അത് എത്രത്തോളം വ്യാപ്തിയുണ്ടെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ വ്യക്തമായിട്ട് ഷീബയ്ക്ക് തന്നെ പറയാൻ കഴിയും. തൻ്റെ മകളുടെ വേദനകളോടൊപ്പം തന്നെ ആ ചുറ്റുപാടുള്ള മറ്റു മക്കളുടെ വേദനകൾ സ്വാംശീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരമ്മയ്ക്കല്ലാണ്ട് മറ്റാർക്കും സാധ്യമല്ല. ഒരമ്മയ്ക്കല്ലാണ്ട് മറ്റാർക്കും സാധ്യമല്ല. അത് വളർന്ന് ഇന്ന് കേരളത്തിൻ്റെ 10ഓളം ജില്ലകളിൽ, 10 സെൻറ്ററുകളിൽ 5000ഓളം കുട്ടികളെ പരിപാലനം ചെയ്ത് പരിപോഷിപ്പിച്ച് അവരുടെ എല്ലാവിധ സംവിധാനങ്ങൾക്കും സഹായകരമായ കസ്റ്റമായി നിൽക്കുക. അതിനകത്ത് പരിചയപ്പെടുമ്പോഴും പ്രവർത്തിയെടുക്കുമ്പോഴും എല്ലാം തന്നെ ഷീബ പണമല്ല ചോദിച്ചിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്നാണ്, സഹായിയായിട്ട് ഉണ്ടാവണമെന്നാണ്, ഒരു വോളണ്ടിയറായിട്ട് ഉണ്ടാവണം എന്ന ആശയമാണ് എപ്പോഴും ആവശ്യപ്പെട്ടത്. ഇന്നത് ഒരു മാസം തന്നെ ഒരു 50 ലക്ഷത്തോളം രൂപ ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിവളർന്നത്. ഷീബ പോലും വിചാരിക്കാത്ത രീതിയിലാണ് അതിൻ്റെ വളർച്ച. നമ്മുടെ സമൂഹം വളരെ ദുരിതപൂർണമാണ് എന്നുള്ള കാര്യത്തിൽ അർത്ഥമില്ല. ഇതൊന്നും ഷീബ ചെയ്യേണ്ട കാര്യമല്ല. സത്യത്തിൽ ഇതൊന്നൊരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു ലോകത്ത് അതാത് ഗവൺമെന്റുകൾ ഏറ്റെടുക്കേണ്ട ചുമതലയാണ് ഇവിടെ ഷീബ ഏറ്റെടുത്തത്. അത് നിരന്തരമായി എത്രത്തോളം പ്രയാസകരമായ ജോലിയാണ്. എന്നാൽ ഷീബയുടെ വെളിച്ചത്തിലെ ആ മിനാമിനിങ്ങിന്റെ കൂടെ ഒത്തുചേരാൻ നിരവധി മിനാമിനിങ്ങൾ കൂടെ ചേർന്നിരിക്കും. എന്താണ് തീരുമാനം? ഇതിന്റെ തലപ്പത്ത് നമ്മുടെ പഴയ മുൻ ഗവൺമെന്റ് സെക്രട്ടറിയായ എഴുത്തുകാരനും കൂടിയായ ജയകുമാർ ഉണ്ട് എന്നുള്ളത് അതിന്റെ ആ കാഴ്ചപ്പാടിന്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടും ഇത്തരം പ്രസ്ഥാനങ്ങൾ അനവധിയുണ്ട്. കേരളത്തിലും കേരളത്തിന് വെളിയിലും നമുക്ക് ചുറ്റുപാടുമൊക്കെ അനവധിയുണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ. അത്തരം പ്രസ്ഥാനങ്ങൾക്കോടൊക്കെ നമുക്ക് അത്ര വലിയ ആഭിമുഖ്യം നമ്മൾ കാണിച്ചിട്ടുമില്ല. അപ്പൊ എന്തുകൊണ്ട് സ്വദേശ് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണ്. എന്തുകൊണ്ട് സ്വദേശ്? അപ്പൊ സ്വദേശിന്റെ അടിസ്ഥാനപരമായി കാണുന്ന ഒരു കാഴ്ചപ്പാട്, അങ്ങനെ സഹായം ചോദിക്കുന്നവർക്ക് സഹായം നൽകുക എന്നുള്ളതുപരി ആ കുടുംബത്തെ അങ്ങനെ തന്നെ ദത്തെടുത്തുകൊണ്ട് അവരുടെ എല്ലാവിധ ചുമതലകളും നിർവഹിച്ചു പോവുക എന്നുള്ള ശ്രമമാണ്. ഇത്തരം വളണ്ടിയർഷിപ്പിൽ പോകുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള വസ്തുതകൾ, അങ്ങനെ വരുന്ന വളരെ നിർഭാഗ്യവാന്മാരായ കുട്ടികളുടെ
അമ്മമാർ സഹിക്കുന്ന വേദന വളരെ വലുതാണ്. പല വീടുകളിലും അച്ഛന്മാർ ഇവരെ ഇട്ടിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് അതിൻ്റെ കൂടെ ജനിച്ച ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന വേദന. ആ കുട്ടിക്ക് തീരെ യാതൊരുവിധ സഹായങ്ങളും കിട്ടാതെ വിദ്യാഭ്യാസം വരെ പഠിക്കി പോകുന്ന സാഹചര്യം. ഇങ്ങനെ മൊത്തത്തിൽ മുഴുവനായിട്ട് ആ കുടുംബത്തെ സംരക്ഷിച്ചു പോവുകയാണ്. അത് 18 വയസ്സ് വരെ അവർക്ക് സാധിക്കുന്നുള്ളൂ എന്നുള്ള ഖേദകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ആ സംഘടന നിൽക്കുന്നത്. ഇത് ഷീബയെ കുറിച്ചുള്ള ചെറിയ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. സാധിക്കുകയല്ല കൊണ്ട് അതിനപ്പുറം സാധിക്കുന്നത് ഷീബയ്ക്ക് തന്നെയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൂടുതൽ വിളിച്ച് പറയുന്നത് ഔചിത്യമല്ല എന്ന് ഞാൻ കരുതുന്നു. ഷീബ ഈ സമൂഹത്തിന് നൽകുന്ന വെളിച്ചം നിസ്സാരമല്ല. അത് സമൂഹം അംഗീകരിക്കപ്പെടുന്നുണ്ട്. കേരള സർക്കാർ ഏറ്റവും നല്ല വനിതാ പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഷീബ നല്ലൊരു എഴുത്തുകാരിയാണ്. ലിറിക്സ് എഴുതിയിട്ടുണ്ട്. അത് സംഗീതത്തിലൂടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. മനോരമ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ മേഖലകളിലും ഷീബ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഷീബ പ്രവർത്തിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഷീബയുടെ വീട്ടുകാരിൽ നിന്ന് അത്ര വലിയ അനുഗുണമായ സാഹചര്യങ്ങളിലൂടെയല്ല കടന്നുപോയത്, എതിർപ്പിലൂടെയാണ് കടന്നുപോയത്. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് താൻ തീരുമാനിച്ച പ്രവൃത്തിയിലെ ആത്മവിശ്വാസങ്ങൾ നിലനിർത്തി ആ കാണിച്ച സ്ഥൈര്യമാണ് നമ്മളെ മുമ്പിലെല്ലാം ഇന്ന് ഷീബയെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷീബയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു, സ്വാഗതം പറയുകയാണ്. ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ സ്വീകരിച്ചുകൊണ്ട് എത്തിച്ച ഷീബയ്ക്കും ഈ AKBRF പേരിലും യോഗത്തിന്റെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു.